ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയുന്നത്, അങ്ങനെ നമ്മുടെ ലാവണ്യ വളരെയധികം വിഷമിക്കുകയാണ്. എന്താണ് അശ്വിനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സാർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എനിക്ക് വരാതെ വിഷമം തോന്നുന്നു പറയാൻ ഭയങ്കര കരച്ചിലാട്ടോ. നമ്മുടെ ലാവണ്യയുടെ വിഷമം കാണുമ്പോഴേക്കും ശ്രുതി വിചാരിക്കുകയാണ് ലാവണ്യക്ക് വേണ്ടിയിട്ട് അശ്വിനോട് ഒന്ന് സംസാരിച്ചാലോ എന്ന്. ആ സമയം അശ്വിൻ റൂമിലായിരിക്കും കേട്ടോ. ശ്രുതി വരുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് വാതിലടക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് സാറിനോട് സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയാണ്. സാറിന് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, ദേഷ്യമായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം സാർ കേൾക്കണം എന്ന് പറയാണ്. നോക്ക്, നിനക്കൊരു വിചാരമുണ്ട് എനിക്ക് നിന്നോട് എന്തോ പ്രണയോ എന്തൊക്കെയോ ഉണ്ടെന്ന്. എനിക്ക് നിന്നോട് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ, സാർ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത്. ലാവണ്യ മേഡം ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആ ഡ്രസ്സ് എടുത്തത്. അതിന്റെ പേരിൽ ലാവണ്യ മേഡത്തിന് വഴക്ക് പറയരുത് സാർ. ലാവണ്യ മേഡം പാവാണെന്ന് പറയുമ്പോൾ, ലാവണ്യ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ അശ്വിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് വളരെ വിഷമം തോന്നുവാണ്. ശ്രുതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാണ്. ശ്രുതിയുടെ വിഷമം കാണുമ്പോൾ അശ്വിനും വിഷമാവുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ നേരെ പോകുന്നത് ലാവണ്യയുടെ റൂമിലാണ്. ലാവണ്യ ആകെ വിഷമിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ മാറും കേട്ടോ. ലാവണ്യ ആകെ വിഷമിച്ച് വേറൊരു ഡ്രസ്സ് ഇട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അശ്വിൻ വരുന്നുണ്ട്. നീ എന്തിനാ ലാവണ്യ ആ ഡ്രസ്സ് മാറിയത്? ആ ഡ്രസ്സ് നിനക്ക് നല്ല ചേർച്ചയായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പൊ ലാവണ്യ ഒന്ന് ചിരിക്കും കേട്ടോ. അതിനുശേഷം അലമാര തുറന്നിട്ട് അത് ആ ഡ്രസ്സ് എടുത്ത് ലാവണ്യയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. നീ ഈ ഡ്രസ്സിന് ഇട്ടോ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടോ, ഒരു കുഴപ്പമില്ല. സോറി ലാവണ്യ, എന്തൊക്കെയോ ഒരു ടെൻഷനിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു പോയതാണ്. സോറി, ക്ഷമിക്ക് ലാവണ്യ. ഐ ലവ് യു ലാവണ്യ എന്ന് അശ്വിൻ പറയുമ്പോൾ ഐ ലവ് യു ടു എന്ന് ലാവണ്യം പറയാണ്. അങ്ങനെ ഒരു പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി അവിടെ ഉണ്ടാവും കേട്ടോ. ശ്രുതിക്ക് വലത്തെ ഒരു ഫീല് പോലെ ആവും. ശ്രുതി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവർ പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോണത് ഇതാണ് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. ഇനി ഞാൻ പറയാൻ പോണത് ശ്യാമിന്റെ കള്ളത്തരം നമ്മുടെ ശ്രുതി കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അത് ശ്രുതി കണ്ടുപിടിക്കുന്നത് ടെറസിന്റെ മുകളിൽ നിന്ന് ശ്യാം ഫോൺ ചെയ്യുമായിരിക്കും. ഫോൺ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇന്ന് ഫോൺ ചെയ്യായിക്കോട്ടെ. അപ്പൊ ശ്രുതി ഇങ്ങനെ ടെറസിലേക്ക് വരുമ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലാകെ ടെൻഷനാണ്. ഈശ്വര, ശ്യാം ആവരുത്, ആ ശ്യാം ആവരുത്, ഈ ശ്യാം അഞ്ജലി മേഡത്തിന് തെറ്റ് പറ്റില്ലേ, ഞാൻ എല്ലാം എന്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ, ആ ശ്യാം ആവല്ലേ ഈശ്വര, ഈ ശ്യാം ഇത് വേറെ ശ്യാം ആയിരിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് വരും കേട്ടോ. പെട്ടെന്നാണ് ശ്യാം തിരിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ ഒരു മുഖം കാണുന്നത് നമ്മുടെ ശ്യാമാണ്. അതായത് ശ്രുതി വിചാരിച്ച ശ്യാം തന്നെയാണ് അഞ്ജലിയുടെ ഭർത്താവെന്ന് മനസ്സിലാവുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ശ്രുതി ശരിക്കും തകർന്നു പോകും കേട്ടോ. ശ്യാം അപ്പൊ പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇവിടെ എന്ന്. ശ്യാം അത്ര ഒരു വാക്യ ശ്യാം ചോദിക്കുള്ളൂ. അപ്പോഴേക്കും ശ്രുതി ഒരു ഒറ്റ അടി നമ്മുടെ നമ്മുടെ ശ്യാമിന്റെ മുഖം നോക്കി അടിച്ചു പൊട്ടിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷത്തേക്ക് നമ്മുടെ ശ്യാമിന്റെ ചെവിക്കല് തകർന്ന പോലെ കുറച്ചു നേരത്തേക്ക് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അതിനുശേഷം നാണമില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രുതി വായ തൊന്നതൊക്കെ വിളിച്ചു പറയും. അതിനുശേഷമാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. ശ്രുതി ശ്യാമിനെ തല്ലുന്ന ഭാഗം എപ്പോഴാന്ന് ഒരുപാട് പേര് ചോദിച്ചു. അത് ഈ ഒരു ഭാഗമാണ്. അടുത്ത ആഴ്ച നമുക്കിത് കാണാൻ പറ്റുന്നത്. ടെറസിന്റെ മുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമിനെ കയ്യോടെ പിടിക്കും ശ്രുതി. അതിനുശേഷം മുഖത്തിട്ട് ഒരു ഒറ്റ അടി കൊടുക്കും. പിന്നെ അഞ്ജലി ഇത് സത്യമൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. പക്ഷെ അഞ്ജലി സത്യം മനസ്സിലാക്കുമ്പോൾ ശ്രുതിയുടെ കൂടെ തന്നെ അഞ്ജലി നിൽക്കുള്ളൂ. ശ്രുതിയും അഞ്ജലിയും കൂടിയൊക്കെ ചേർന്നിട്ട് ശ്യാമിനെ ഇടിച്ചു വീഴുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വഴിയെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. അതുവരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.